സെപ്റ്റംബർ 1 മുതൽ പാലിയേക്കരയിൽ ടോൾ നിരക്ക് വർദ്ധിപ്പിച്ചതാണ്. ഇത്തവണ കാറുകൾക്കും ജീപ്പിനും തുക വർദ്ധിപ്പിക്കാതെ വലിയ വാഹനങ്ങൾക്ക് 2 ദിശയിലേക്കും യാത്ര ചെയ്താൽ മാത്രം ടോൾ വർധനവ് എന്ന രീതിയാണ് ടോൾ പ്ലാസ കമ്പനി നടപ്പാക്കുന്നത്. ഒരു പരിധിവരെ പ്രതിഷേധം ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് കരാർ കമ്പനി നടത്തിയത്. അതേസമയം നിർമ്മാണ ചെലവിനേക്കാൾ 250 കോടി രൂപയിലധികം പിരിച്ചെടുത്ത കരാർ കമ്പനിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ടും കരാർ പ്രകാരമുള്ള ജോലികൾ തീർക്കാതെ ടോൾ പിരിവ് തുടരുന്നതിനെതിരെയും ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുകയാണ്. ഇത് വകവയ്ക്കാതെ ടോൾ പിരിവ് കമ്പനി നിരക്ക് വർദ്ധിപ്പിച്ചത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോസഫ് ടാജറ്റ് കുറ്റപ്പെടുത്തി. അത് നിയമവ്യവസ്ഥയോടും ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. കാരണം ഇവർക്ക് ഈ കമ്പനിയുടെ കരാർ ലംഘനവും അത്തരത്തിലുള്ള ക്രമക്കേടുകളുമായിട്ട് 2128 കോടി രൂപ NHA ഇവർക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ കരാർ പ്രകാരമുള്ള പ്രവർത്തികളും അതുപോലെ തന്നെ സേഫ്റ്റി ഓഡിറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നിരന്തരമായി കരാർ ലംഘനം നടത്തുകയും എന്നാൽ മറുഭാഗത്ത് ജനങ്ങളെ വലിയ രീതിയിൽ കൊള്ളടിക്കുകയാണ്. പണി പൂർത്തിയാകാത്ത റോഡിന് ടോൾ കൊടുക്കേണ്ട ഗതികേടിൽ നിന്നും സംസ്ഥാന സർക്കാർ ഇടപെട്ട് ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് പല കോണുകളിൽ നിന്നും ഉയർന്നുവരുന്ന ആവശ്യം. ഇടതുമുന്നണിയിലെ യുവജന സംഘടനകൾ തന്നെ ഇക്കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.